ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ പടം കളിക്കുന്ന സ്ക്രീൻ. സ്ക്രീനിന്റെ റൈറ്റ് സൈഡ് ഇത്, ലെഫ്റ്റ് സൈഡ് ഇത്. സന്ദീപിന്റെ റൈറ്റ് സൈഡിൽ ആരെ കയറ്റി? സാഫിനെ കയറ്റി. സന്ദീപിന്റെ ലെഫ്റ്റിൽ ആരെ കയറ്റി? നിരഞ്ജന. ഓ വെരി ഗുഡ്, നിരഞ്ജന. അപ്പൊ നിരഞ്ജനയുടെ റൈറ്റ് സൈഡിൽ ആരെ കയറ്റും? വേമ്പറ. തിയേറ്ററിലെ ആളെ കേട്ടാ അതാണ് ഈ മണി ചെയ്യുന്ന ടിപ്പ്. കണ്ടുപിടിച്ചല്ലേ? പഴയൊരു സ്ട്രാറ്റജി ആയിരുന്നു കിട്ടാളാ. അപ്പൊ ഇതൊക്കെ ചെയ്ത് കുറച്ച് ഹോൾഡിങ്സും കുറച്ച് ഫ്ലെക്സ് ഒക്കെ അടിച്ചാ നിങ്ങളുടെ പടം സെറ്റ് ആണല്ലേ? എന്നാ അധികം ലേറ്റ് ആവാതെ നമുക്ക് ഈ പറഞ്ഞതൊക്കെ കൂട്ടിയിട്ട് ബഡ്ജറ്റ് ഇട്ട് വിജയ് സാറിനെ വിളിക്കാം. IM വിജയൻ? അല്ല, നമ്മുടെ പ്രൊഡ്യൂസർ വിജയ് ബാബു സാർ. വിളിച്ചു. ഹലോ വിജയേട്ടാ. നമ്മളെ മറ്റേ ബോക്സിന്റെ പുറത്തുള്ള കുറച്ച് മാർക്കറ്റിംഗ് ഐഡിയാസ് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ അത് പറയാനും ഫണ്ട് റിലീസ് ചെയ്യാൻ വേണ്ടിട്ടാണ് വിളിച്ചത്. IMDb 1, ബുക്ക് മൈ ഷോ 1, തിയേറ്ററിൽ വേഷം കെട്ടൽ 3, കോണ്ടറും, ഒരു ഹെലികോപ്റ്റർ, തിയേറ്ററിൽ ആളെ കയറ്റണം ആവശ്യം. ഇതാണ് നമ്മുടെ ഒരു ഫ്രഷ് ആയിട്ടുള്ള ഒരു മാർക്കറ്റിംഗ് ഐഡിയാസ്. ഒരു 5 കോടി രൂപയോ എന്റെ അക്കൗണ്ടിലേക്ക് ഇട്ടാൽ മതി. അപ്പൊ കാര്യം ചെയ്യും, ഇതെല്ലാം കൂടെ അടുത്ത പടത്തിൽ യൂസ് ചെയ്യണം. ഞാൻ തൽക്കാലം കൊള്ളാവുന്ന ആരെങ്കിലും സ്ഥിരം പോലെ ചെയ്തു നോക്കണം. അല്ല ഈ അടുത്ത നീ ആരാന്നാ പറഞ്ഞ? ഇൻഫ്ലുവൻസർ. അല്ല ഇനിയിപ്പോ എന്ത് ചെയ്യും? നാട്ടുകാർ തീരുമാനിക്കട്ടെ. ഞാൻ പോണ്. നീ എങ്ങോട്ടാ? എടപ്പള്ളി ഗണപതിക്ക് ഒരു തേങ്ങ അടയ്ക്കണം. താൻ കാലം ദൈവം കാലം എന്നാണല്ലോ. അല്ല അപ്പൊ ബാക്കി ബാധ്യ അത് നാട്ടുകാർ കണ്ടിട്ട് പറയട്ടെ. ഹാഷിറെ. അപ്പൊ ആശിറല്ലടാ, ജാസർ.